തമിഴ്നാട്ടിലെ നാഗൂരിലെ ഈ മിനാരങ്ങൾക്ക് അനവധി കഥകൾ പറയാനുണ്ട്. അവിടെ മറപെട്ട് കിടക്കുന്ന ഒരു ദിവ്യാത്മാവിൻ്റെയും. അവരുടെ പേര് ചരിത്രത്തിൽ ഷാഹുൽ ഹമീദ് മീരാൻ എന്ന് ശ്രുതിപ്പെട്ടു. നാഗപട്ടണം ജില്ലയിലാണ് ഈ കബറിടം. നാഗൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെളിപ്പാടകലം. ദർഗയ്ക്ക് കിഴക്ക് ഭാഗത്ത് വിശാലമായ കുളമുണ്ട്. ദർഗയിലേക്ക് 3 കവാടങ്ങളും. നാഗൂർ ദർഗ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ്. നാഗൂർ സൂഫി താപസനായ ആത്മീയ ഗുരു അന്ത്യനിദ്ര കൊള്ളുന്നിടം. അഷ്ടദിക്കുകളിലും ഷെയ്ഖ് ഷാഹുൽ ഹമീദ് തങ്ങളുടെ നാമം പ്രകീർത്തിക്കപ്പെടുന്നു. റ എന്ന് ചേർക്കുന്നത് റളിയല്ലാഹു അൻഹു എന്ന അറബി വാക്കിൻ്റെ ചുരുക്കമാണ്. അള്ളാഹു അവരിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നർത്ഥം. ദക്ഷിണേന്ത്യയുടെ നവജാഗരണത്തിനായി അള്ളാഹു അവരെ അയച്ചുവെന്നു പറയുന്നതാകും ശരി. ത്യാഗിവര്യനായ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. ദൈവനിയോഗം ലോക ആഡംബരങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കാനായിരുന്നു. സയ്യിദ് ഹസൻ ഖുദ്ദൂസ്, സയ്യിദ ഫാത്തിമ എന്നിവരാണ് മാതാപിതാക്കൾ. അദ്ദേഹം ഏവരാലും ആദരിക്കപ്പെട്ടു. ഇസ്ലാമിൻ്റെ സത്യം വെളിപ്പെടുത്താനായി അള്ളാഹു നിരവധി അത്ഭുതങ്ങൾ അദ്ദേഹത്തിലൂടെ ദൃശ്യമാക്കി. ജന്മദേശമായ ഉത്തരേന്ത്യയിലെ അയോധ്യക്കടുത്ത മാണിക്കപ്പൂരിൽ നിന്നായിരുന്നു അദ്ദേഹം യാത്ര തുടങ്ങിയത്. ഗോളിയോർ, അജ്മീർ, ലാഹോർ, മക്ക, മദീന, ബഗ്ദാദ് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചു. മടക്കത്തിൽ കേരളത്തിലെ കണ്ണൂരിലും പൊന്നാനിയിലും വന്നിട്ടുണ്ട്. ശേഷം മാലിദ്വീപ്, ശ്രീലങ്കയിലും പോയി. തിരിച്ച് കായൽപട്ടണത്തും തൃഷ്ണാപ്പള്ളിയിലെ പ്രസിദ്ധമായ ദർഗയിലും പോയി. അവസാനം നാഗൂറിലെത്തി അവിടെ സ്ഥിരമാക്കി. എല്ലാ മതസ്ഥർക്കും ആശ്രയവും അത്താണിയായി മാറി. ഇസ്ലാമിക അധ്യാപനങ്ങളാണ് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചത്. അദ്ദേഹത്തെ കേൾക്കാൻ വഴിനീളെ ധാരാളം പേരുണ്ടായി. തമിഴ്നാട്ടിലും മറ്റും വലിയ വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മീയ സ്വാധീനത്തിൽ വന്നണഞ്ഞു. ഖാദിരിയ തരീഖത്തിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം. ബഗ്ദാദിൽ മറപെട്ട മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ആത്മീയ പാതയാണത്. നിരവധി അത്ഭുത കൃത്യങ്ങൾ വെളിപ്പെട്ട ആ മഹത്തായ ജീവിതത്തിന് വിരാമമായത് AD 1570 അറബി മാസം ജമാദുൽ ആഖിർ 10 വിവാഹം കഴിക്കാത്ത അദ്ദേഹത്തിന് യൂസഫ് എന്ന വളർത്തുമകനുണ്ടായിരുന്നു. അവരുടെ താവഴിയാണ് ദർഗയുടെ ഇന്നത്തെ പരിപാലകർ. ദർഗയ്ക്ക് 5 മിനാരങ്ങളുണ്ട്. ഓരോന്നും ഓരോ കാലത്തും ഓരോരുത്തരായി അഭീഷ്ടസിദ്ധിക്ക് ശേഷം പണിതതാണ്. വ്യതിരിക്തമായ ഈ ഗോപുരങ്ങൾ തന്നെയാണ് ഷെയ്ഖിൻ്റെ ആത്മീയ ശക്തിയുടെ പരസ്യമായ നിദർശനങ്ങൾ. ആദ്യത്തേത് വിയോഗത്തിൻ്റെ 77-ാം വർഷം 77 അടിയിൽ പണിതത് സഞ്ചിക്കോട്ട ഭരണാധികാരി സുൽത്താൻ ഇബ്രാഹിം ഖാൻ ആയിരുന്നു. 128 വർഷം കഴിഞ്ഞാണ് 93.5 അടിയുള്ള ഗോപുരം നാഗപട്ടണത്തെ തന്നെ സയ്യിദ് അലി മരക്കാർ പണികഴിപ്പിച്ചത്. മൂന്നാമത്തേത് 4 വർഷം കഴിഞ്ഞ് വിയോഗത്തിൻ്റെ 132 വർഷത്തിന് ശേഷം 93.25 അടിയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ മലാക്കയിലെ പീർ നൈന മരിക്കാറിൻ്റെ വകയാണ്. മൂന്നാമത്തേത് 150 വർഷം ശേഷം 80 അടിയിൽ പറങ്കിപ്പേട്ടയിലെ ജസ്റ്റിസ് ദാവൂദ് ഖാൻ പണിതു. അവസാനത്തേതും ഏറ്റവും വലുതും 131 അടിയിൽ പടിഞ്ഞാറ് ഭാഗത്ത് തഞ്ചാവൂർ രാജാവിൻ്റെ വകയാണ്. മറാത്ത രാജവംശത്തിലെ പ്രതാപ് സിംഗ് ബോൺസ്ലെയാണത്. അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. തുളസി രാജ ബോൺസ്ലെ ജനിച്ചത് ഷെയ്ഖിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ദർഗയിരിക്കുന്ന സ്ഥലം അച്യുതപ്പനായ്ക്കർ എന്ന രാജാവാണ് നൽകിയത്. അദ്ദേഹത്തിന് മാറാത്ത വ്യാധി ഷെയ്ഖിനാൽ മാറിയിരുന്നത്രേ. പ്രതാപ് സിംഗ് രാജാവ് ദർഗയ്ക്ക് 200 ഏക്കറയും മകൻ തുളസി രാജാവ് 4000 ഏക്കറയും നൽകി. അന്നതായിരുന്നു വസ്തുത എങ്കിൽ ഇന്നത്തെ ഭരണാധികാരികൾ ദർഗകൾ, പള്ളികൾ, മദ്രസകൾ തത്വദിശയില്ലാതെ പൊളിക്കുന്ന വാർത്തയാണ് ഓരോ ദിനത്തിലും പുറത്തുവരുന്നത്. മേൽ വസ്തുതകളുടെ പശ്ചാത്തലത്തിൽ ദൈവകോപം അവരിൽ പ്രതീക്ഷിക്കാം. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായ ഷെയ്ഖ് ഷാഹുൽ ഹമീദ് മീരാൻ വലിയുല്ലാഹിയുടെ അനുഗ്രഹം നമ്മിൽ ഉണ്ടാവട്ടെ. इमदाद कुन क़ादिरे मन
മണ്ണ്